1789 ഓഗസ്റ്റ് 26 ഫ്രാൻസിലെ ദേശീയ ഭരണഘടനാ സഭ അംഗീകരിച്ച അവകാശങ്ങളുടെ പ്രഖ്യാപനം, ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. ലോക ചരിത്രത്തിലെ മനുഷ്യാവകാശങ്ങളും ജനാധിപത്യവും ഉറപ്പാക്കുന്ന മഹത്തായ പ്രഖ്യാപനമായി മാറി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഉണർവിൽ നിന്ന് ജനിച്ച ഈ പ്രഖ്യാപനം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും ആധുനിക ധാരണകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. 1789 ഫ്രാൻസ് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ലൂയി 16 1616 ശേഷം ആദ്യമായി 1789 മെയ് 5 എസ്റ്റേറ്റ്സ് ജനറൽ അസംബ്ലി വിളിച്ചു ചേർത്തു. എന്നാൽ ജൂൺ 17 തേർഡ് എസ്റ്റേറ്റ് അംഗങ്ങൾ പഴയ സാമൂഹിക ക്രമത്തെ വെല്ലുവിളിച്ച് അസംബ്ലി രൂപീകരിച്ചു. പിന്നാലെ ജൂൺ 20 അവർ ടെന്നീസ് കോർട്ട് ഓത്ത് എടുത്തു. ഭരണഘടന ലഭിക്കും വരെ പിരിഞ്ഞു പോകില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. ജൂലൈ 14 ബാസ്റ്റില്ലേ ജയിലിന്റെ ആക്രമണം വിപ്ലവത്തെ കൂടുതൽ ശക്തമാക്കി. തുടർന്ന് ഓഗസ്റ്റ് 4 1789 സഭ ഫ്യൂഡൽ സംവിധാനവും ടൈത്ത് പിരിവും മറ്റ് നികുതികളും റദ്ദാക്കി. എൻഷൻ റജീമിന്റെ തകർച്ചയോടെ മനുഷ്യാവകാശങ്ങളുടെ സർവ്വജന പ്രഖ്യാപനത്തിനായി വഴിയൊരുങ്ങി. ഈ പ്രഖ്യാപനം രൂപപ്പെടുത്തുന്നതിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. മാർക്വിസ് ഡി ലഫായറ്റ് അമേരിക്കൻ വിപ്ലവത്തിൽ പങ്കെടുത്തിരുന്ന അദ്ദേഹം അന്നത്തെ അമേരിക്കൻ സ്ഥാനപതിയായിരുന്ന തോമസ് ജെഫേഴ്സണുമായി ചേർന്ന് കരട് തയ്യാറാക്കി. വാട്ട് ഈസ് ദ തേർഡ് എസ്റ്റേറ്റ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആബെ ഇമ്മാനുവൽ ജോസഫ് സീസ് മിറാബിയു എന്നിവരും നിർണായക പങ്കുവഹിച്ചു. നാഷണൽ അസംബ്ലിയുടെ 5 അംഗ കമ്മിറ്റി കരട് രേഖകൾ സംയോജിപ്പിച്ചു. ഓഗസ്റ്റ് 20 മുതൽ 26 വരെ ഓരോ വകുപ്പ് വീതം ചർച്ച ചെയ്ത് ഒരു പ്രാരംഭവും 17 വകുപ്പുകളുമുള്ള രേഖ പാസാക്കി. എൻലൈറ്റൻമെന്റ് ചിന്തകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് റൂസോയുടെ സാമൂഹിക കരാറിന്റെ സിദ്ധാന്തം, മോണ്ടസ്ക്യൂവിന്റെ അധികാര വിഭജനത്തിന്റെ ആശയം, വോൾട്ടയറിന്റെ മതസ്വാതന്ത്ര്യവും പ്രസംഗ സ്വാതന്ത്ര്യവും എല്ലാം രേഖയിൽ പ്രകടമായി. അതോടൊപ്പം അമേരിക്കൻ വിപ്ലവവും വലിയ പ്രചോദനമായിരുന്നു. 1776 വിർജീനിയ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഫ്രാൻസിലെ പ്രഖ്യാപനത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തി. നിയമത്തിന് മുന്നിലെ തുല്യത, നീതിപൂർവകമായ വിചാരണാവകാശം, ദേശീയാധിപത്യത്തിന്റെ തത്വങ്ങൾ എന്നിവയും പ്രഖ്യാപനത്തിലൂടെ ഉറപ്പിച്ചു. 1789 ഒക്ടോബർ 5 ലൂയി 16 ജനവികാരത്തിന്റെയും സഭയുടെ സമ്മർദ്ദത്തിന്റെയും മുന്നിൽ പ്രഖ്യാപനം അംഗീകരിച്ചു. തുടർന്ന് ഇത് 1791 ഭരണഘടനയുടെ പ്രാരംഭമായി മാറി. ഫ്രാൻസിനെ ഒരു ഭരണഘടനാപരമായ രാജ്യമാക്കി അത് മാറ്റി. എന്നാൽ പ്രഖ്യാപനം എല്ലാവർക്കും തുല്യ അവകാശം നൽകിയില്ല. 25 വയസ്സിന് മുകളിലുള്ള നികുതി അടയ്ക്കുന്ന പുരുഷന്മാർക്ക് മാത്രമാണ് സജീവ പൗരന്മാരുടെ അവകാശം ലഭിച്ചത്. സ്ത്രീകൾക്ക് അവകാശം നിഷേധിക്കപ്പെട്ടതോടെ ഒളിം ദേ ഗൗജസ് സ്ത്രീകളുടെയും പൗരന്മാരുടെയും അവകാശങ്ങളുടെ പ്രഖ്യാപനം രചിച്ച് പ്രതിഷേധിച്ചതും ചരിത്രമാണ്. ഈ പ്രഖ്യാപനം ഫ്രാൻസിനപ്പുറവും വലിയ സ്വാധീനം ചെലുത്തി. യൂറോപ്പിലെ ജനാധിപത്യ ദേശീയ പ്രസ്ഥാനങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരങ്ങൾ തുടങ്ങി 1948 ഐക്യരാഷ്ട്രസഭയുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ വരെ ഈ പ്രഖ്യാപനത്തിന്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. ഫ്രാൻസിൽ തന്നെ 1971 കോൺസ്റ്റിറ്റ്യൂഷണൽ കൗൺസിൽ പ്രഖ്യാപനത്തിന് ഭരണഘടനാപരമായ ശക്തിയും ഈ പ്രഖ്യാപനം നൽകി. ഇന്നും ഫ്രഞ്ച് ഭരണഘടനയുടെ ഭാഗമായാണ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ നിലകൊള്ളുന്നത്. 2003 യുനെസ്കോ 1789 ആദ്യത്തെ രേഖയെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി. 1789 ഓഗസ്റ്റ് 26 ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ ലോകത്തിന് മുന്നിൽ മനുഷ്യാവകാശങ്ങളുടെ സർവ്വസാധാരണ ധാരണയെ ഉയർത്തിക്കാട്ടി. ഭരണാധികാരികളുടെ കരുണയായി ലഭിക്കുന്ന പ്രത്യേക അവകാശങ്ങളെ തകർത്ത് പകരം മനുഷ്യന്റെ സ്വാഭാവികവും സർവ്വജനീകവും മാറ്റാനാവാത്തതുമായ അവകാശങ്ങൾ പ്രഖ്യാപിച്ചു. ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളിലും ജനാധിപത്യ ആശയങ്ങളിലും ഈ പ്രഖ്യാപനത്തിന്റെ ശബ്ദം ഇപ്പോഴും മുഴങ്ങുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അടിച്ചമർത്തലിനെതിരെയുള്ള പ്രതിരോധം ഇവ 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഉയർന്നു വന്ന ആശയങ്ങൾ മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിലും ലോകത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്കും സമൂഹങ്ങൾക്കും വഴികാട്ടിയാണ്.